ഐശ്വര്യ രാഷ്ട്രീയത്തിൽ പ്രായാധിക്യം ഒരു പ്രശ്നമാണെന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെയാണ്. പക്ഷേ എന്നാലും പല നേതാക്കന്മാരും നമുക്കറിയാം, കെ കരുണാകരൻ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി, പല നേതാക്കന്മാരെ അവർ അവസാന ഘട്ടത്തിൽ പോലും രാഷ്ട്രീയത്തിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷേ അത്രത്തോളം തീരെ വയ്യാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം എം കെ മുനീർ ആരോഗ്യം വലിയ പ്രശ്നമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞു ഇത് ഞാൻ രാഷ്ട്രീയത്തിലില്ല. ഈ വരുന്ന ഇലക്ഷനിൽ അദ്ദേഹത്തിന് കൊടുവള്ളിയിൽ സീറ്റ് വരെ കൊടുത്തായിരുന്നു ലീഗ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എൻ്റെ അനാരോഗ്യം വല്ലാണ്ട് വന്നിരിക്കുന്നു, എനിക്കിനി അത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനുള്ള ആരോഗ്യമില്ല. അദ്ദേഹം സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് പിന്തിരിയുന്നു, ഇലക്ഷന് ഞാൻ മത്സരിക്കുന്നില്ല എന്നുള്ളതും ബാക്കി യുവാക്കൾക്ക് അത് കൊടുക്കണം എന്നുള്ളതും. അപ്പോൾ അതിന് എല്ലാവിധ സപ്പോർട്ടും ഞാൻ കൂടെ ഉണ്ടാകും എന്ന് പറയുന്നു. ഇവൻ അദ്ദേഹത്തിന് പ്രചരണത്തിന് ഇറങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും അദ്ദേഹം എല്ലാവിധ സപ്പോർട്ടും കൊടുത്തത്. പക്ഷേ പിണറായി വിജയൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 10 വർഷമായിട്ട് മുഖ്യമന്ത്രിയായിട്ടും അതിലുപരി 6 വർഷമായിട്ട് 6-8 വർഷമായിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടും അങ്ങനെ ഒരു 20 വർഷം, അതായത് ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക 20 വർഷത്തോളത്തെ വലിയ നീണ്ട കാലയളവ് പാർട്ടിയെയും സംസ്ഥാനത്തിൻ്റെ ഭരണത്തിലും കൈയാറിയ ഒരാൾ ഇപ്പോഴും അത് വിട്ട് അതിൻ്റെ ഒരു ഹാങ് ഓവർ മാറിയിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യം വളരെയേറെ വന്നിട്ടുണ്ട്. ഇപ്പം പണ്ട് VS-നെ ഇന്നത് എന്തായാലും പറയേണ്ട ഒരു കാര്യമാണ്. ഇന്ന് VS-ൻ്റെ ഇന്നലെ ആയിരുന്നു സപ്ലിമെൻ്ററി ഇറക്കേണ്ടത്, ഇന്നാണ് അവർ ഇറക്കിയത്. അതിന് മറ്റു പല കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ അത് അവിടെ ഇരിക്കട്ടെ. അപ്പം പണ്ട് VS-നെ ഈ പറഞ്ഞ പോലെ പ്രായാധിക്യം പ്രശ്നമാണെന്നുള്ളതും അദ്ദേഹം പ്രായാധിക്യത്തിൻ്റെ പ്രശ്നം കൊണ്ട് പല കാര്യങ്ങളും വിവരമില്ലാതെ വിളിച്ചു പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ പതിയെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുന്നു, MLA സീറ്റ് കൊടുക്കാണ്ടാക്കുന്നു. അങ്ങനെ ഒരു മൂലക്ക് ഇരുത്തിയതാണ് പിണറായി വിജയൻ. ഇന്ന് അതേ പ്രായാധിക്യം അല്ലെങ്കിൽ വാർദ്ധക്യം ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം പിണറായി വിജയനെയും വരിഞ്ഞു മുറുകുന്നു എന്നുള്ള സാധനമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നടത്തം കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം. ഇപ്പം ലാസ്റ്റ് തന്നെ നിയമസഭയിൽ ഈ പറഞ്ഞ പോലെ ബാലഗോപാലൻ ഈ പറഞ്ഞ പോലെ ഒന്ന് എണീറ്റ് എന്തെങ്കിലും പറയൂ എന്നുള്ള രീതിയിലൊക്കെ ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ പോലും പറയേണ്ട അവസ്ഥ വരുന്നു. കാരണം ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോൾ എന്താ പറയുക അത്ര ചുറുചുറുപ്പോടെ ഭരണത്തിൽ എന്തെങ്കിലും പ്രശ്നം അപ്പക്ക് അവസാനം ചൂടപ്പം പോലെ ഇരുന്ന് ചർച്ചാ വിഷയമാക്കേണ്ടത്. പക്ഷേ ഈ സമയത്ത് അദ്ദേഹത്തിന് അതൊന്നും പറ്റുന്നില്ല എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ കാര്യം കൂടി ബാക്കി ആൾക്കാർ ചെയ്യേണ്ട അവസ്ഥയിലോട്ട് എത്തുന്നു. അപ്പോൾ ശരിക്കും ഇനി പിണറായി വിജയൻ അവിടെ പാർട്ടി ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷ നേതാവായിട്ടോ അല്ലെങ്കിൽ പാർട്ടിയെ എല്ലാം കൊണ്ട് നിയന്ത്രിക്കുന്നത് ഇപ്പോഴും MV ഗോവിന്ദൻ ഉണ്ടെങ്കിൽ പോലും പാർട്ടി മുഴുവനായിട്ട് നിയന്ത്രിക്കുന്നത് അദ്ദേഹം ഒരു പപ്പറ്റ് മാത്രം വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പം ഇപ്പോൾ നിയന്ത്രിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ്. അപ്പം ഇനിയും അദ്ദേഹത്തിന് ആ സ്ഥാനത്തോട് ഇരിക്കുന്നതിന് യോഗ്യത. ഇപ്പോൾ പല വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ട് അദ്ദേഹം നടന്നു വരുന്നതും അദ്ദേഹത്തിന് നിയമസഭയിലോട്ട് പോലും പോകാൻ വയ്യ. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ലിഫ്റ്റ് ഈ പറഞ്ഞ എലിവേറ്റർ അടക്കം ബസ്സിൽ നവകേരള ബസ്സിൽ ഉണ്ടാക്കിയത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വീട്ടിലടക്കം വസതിയിലടക്കം ഉണ്ടാക്കിയതും പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ പ്രായാധിക്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ്. കേരള യാത്രക്കിടയിൽ തന്നെ നമ്മൾ കണ്ടു അദ്ദേഹത്തിന് നടന്ന് കയറാൻ പറ്റില്ല അല്ലെങ്കിൽ നടക്കാനുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ട് എത്ര സ്കൂളുകളുടെ 64 സ്കൂളുകളുടെയാണ് മതിലുകൾ പൊളിച്ചു കളയേണ്ടി വന്നത്. അത്ര പോലും അദ്ദേഹത്തിന് വേണ്ടി ആ സമയത്ത് അദ്ദേഹം CM ആയിരുന്നു, CM-ന് വേണ്ടിയിട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ നവകേരള വികസന എലവേറ്റർ വെച്ചതും ലിഫ്റ്റ് സംവിധാനം ക്ലിഫ് ഹൗസിൽ വെച്ചതും ഒക്കെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ നമ്മൾ പിന്നെ കണ്ടു നിയമസഭയിൽ നിന്ന് വാക്കൗട്ട് നടത്തി പുറത്ത് വരുമ്പോൾ നിയമസഭയിലെ 36 പടികളും ഇറങ്ങി അദ്ദേഹം സ്കൂൾ ഹൈഡ് താഴെ വരുന്നുണ്ട്, അതുപോലെ തന്നെ കയറുന്നുമുണ്ട്. ആ നടപ്പുകൾക്കൊന്നും അദ്ദേഹത്തിന് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നമ്മള് സന്തോഷമാണ്. അതിനുശേഷമാണ് ഈ സാധനങ്ങൾ നടക്കുന്നത്. ഒന്നല്ലെങ്കിൽ അദ്ദേഹത്തിന് അന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോഴും പ്രശ്നമല്ല. അതല്ലാതെ മറ്റൊരു വശം എന്ന് പറയുന്നത് അന്ന് അദ്ദേഹത്തിന് എന്താ പറയുക മുഖ്യമന്ത്രി എന്നുള്ള സ്ഥാനത്ത് ഇരിക്കുമ്പോൾ എനിക്ക് നടക്കാൻ പറ്റില്ല, താൻ വരുന്നോടത്തെല്ലാവരും തനിക്ക് വഴിമാറി തരണം, ഇപ്പൊ എനിക്ക് ഭരണമില്ലാത്തുമ്പോൾ എനിക്ക് നടക്കല്ലാണ്ട് വേറെ മാർഗ്ഗമല്ല, ആ ഒരു സ്ഥാനത്തിലും നടക്കില്ലാണ്ട് മാർഗ്ഗം ഇല്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ്. ഇപ്പൊ റീസെന്റ് പുറത്തു വന്നിരുന്നു അവരും പിണറായി വിജയനും ഭാര്യയൊക്കെ ആയിട്ട് ഒരു റെയിൽവേ സ്റ്റേഷന്റെ പടികൾ ഇറങ്ങി വരുന്ന ഒരു ചിത്രം, ഫ്ലൈഓവർ ഇറങ്ങി വരുന്നൊരു വീഡിയോ പുറത്ത് വരുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹത്തിന്റെ ഇറങ്ങി വരവ് കാണുമ്പോൾ മനുഷ്യന്മാര് അങ്ങനെ നടക്കുന്നതൊന്നും മുഖ്യമന്ത്രിമാര് മനുഷ്യന്മാര് തന്നെയാണല്ലോ, നടന്നിറങ്ങേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ 10 വർഷക്കാലം അദ്ദേഹം മനുഷ്യരിലും വലിയ എന്തോ ആണ് എന്ന്, മനുഷ്യനിൽ വലുതായിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന് അറിയില്ല, ദൈവത്തെക്കാളും ആ ഒരു സ്ഥാനത്താണെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് നടക്കാൻ പോലും പറ്റില്ല എന്നുള്ളൊരു ധാർഷ്ട്യത്തിൽ തന്നെയാണ് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്. തുടർച്ചയായി ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരാൾക്കും കണ്ണ് മഞ്ഞളിക്കുന്നതാണ്. ഇപ്പം ഒറ്റ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ കാര്യം ഇവിടെ പറയേണ്ട കാര്യം, ഉദാഹരണം പറയണം എങ്ങനെയാണ് ഒരു ഭരണാധികാരി കണ്ണ് മഞ്ഞളിച്ച് പോകുന്നത് എന്നുള്ളൊരു കാര്യം പറയാം. ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഇത്രയും കാലം പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് പറയുന്നു. ഈ 2024 ലോക്സഭ ഇലക്ഷനിൽ അദ്ദേഹം പ്രചരണത്തിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ സാധാരണ മനുഷ്യനല്ല, ഐ എം നോട്ട് എ ബയോളജിക്കൽ ഹ്യൂമൻ, എല്ലാവരും ബയോളജിക്കൽ, ഞാൻ അങ്ങനെ അല്ല, ഞാൻ ദൈവം നേരിട്ട് ഇറക്കിയ ദൈവത്തിന്റെ പ്രതിനിധിയാണെന്നുള്ള അദ്ദേഹം ഭരണത്തിൽ ഈ പറഞ്ഞ പോലെ ഇലക്ഷന് മുന്നേറുന്നത് അത് അദ്ദേഹത്തിന് വലിയ തരത്തിൽ തിരിച്ചടിയാകുന്നു. അപ്പോൾ ഒരു ഭരണാധികാരി കണ്ടിന്യൂസ് ആയിട്ട് 10 വർഷമായിരുന്നു. അപ്പം അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മൾ അന്നാ കണ്ടത്. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് സീറ്റ് നന്നായിട്ട് കുറഞ്ഞു. സെയിം സാധനം തന്നെയാണ് ഇവിടെ. കഴിഞ്ഞ 10 വർഷം ഇവരെ ഭരിക്കുന്നു. അപ്പോൾ താൻ എന്തൊക്കെയോ വലിയ സംഭവമാണ്, തനിക്ക് മേധ ഇനി ആരുമില്ല എന്നുള്ളൊരു വിചാരം അദ്ദേഹത്തിന് വളർന്നു വന്നു. ഉള്ളിലാണെങ്കിലും പാർട്ടിക്ക് പുറത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും ഇത്തരത്തിലൊരു ശേഷം പ്രളയം എന്ന് തന്നെ വിചാരിച്ചാണ് അദ്ദേഹം നടന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ അധികാരവും കാര്യങ്ങളും ഒക്കെ പോയി ഈ പറയുന്ന എല്ലാ
അകമ്പടി വാഹനങ്ങൾ അടക്കം പോയി കഴിഞ്ഞപ്പോൾ പക്ഷേ ഇപ്പം ഇറങ്ങി വരുന്ന ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആവശ്യത്തിനുള്ള കെയറിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ വരെ ലിഫ്റ്റ് വെക്കേണ്ട അവസ്ഥയിലേക്കൊന്നും എന്തായാലും കാര്യങ്ങൾ പോകാൻ പറ്റില്ലല്ലോ. റെയിൽവേ സ്റ്റേഷന്റെ പടികൾ ഇറങ്ങുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ചിത്രം കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു വിഷയം, അദ്ദേഹം ആരുടെയും മുഖത്ത് നോക്കുന്നില്ല, കുനിഞ്ഞിട്ട്, ഒരു പക്ഷേ പ്രായാധിക്യം കൊണ്ടായിരിക്കാം അദ്ദേഹം കുനിഞ്ഞിട്ടാണ് ഇറങ്ങി വരുന്നത്, താഴെ നോക്കി ഇറങ്ങി വരുന്നു. പക്ഷെ ആ ഒരു നടപ്പ് കാണുമ്പോൾ നമ്മൾ കാലത്തിന്റെ ഒരു കവിനീതിയൊക്കെ ആലോചിച്ച് പോകുന്നത് അവിടെയാണ്. അതിന്റെ മുന്നിൽ തന്നെ കമല വൈഫ് ബാഗുമായിട്ട് നടക്കുന്നുണ്ട്. പണ്ടായിരുന്നെങ്കിൽ ഇവർ ബാഗ് പോലും കയ്യിൽ പിടിക്കില്ലായിരുന്നു, അതും കൂടെ നടക്കുന്ന പോലീസുകാർ പിടിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും പോലീസുകാർ അദ്ദേഹത്തിന് സേഫായിട്ട് താഴേക്ക് ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട്. പക്ഷെ ബാഗൊക്കെ കമലയുടെ കയ്യിൽ തന്നെയാണ്, കമല മാഡത്തിന്റെ കയ്യിൽ തന്നെയാണ് ബാഗൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നടന്നു വരുന്നതും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള, കുറച്ച് വർഷങ്ങളല്ല കുറച്ച് നാളുകൾക്ക് മുന്നേ ഉള്ള ചിത്രവും കൂടി നമ്മൾ മലയാളികൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ പലതിൻ്റെയും കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം തിരിച്ചടിച്ചു എന്നൊക്കെ പറയാം. അതിനപ്പുറത്തേക്ക് അധികാരം നഷ്ടമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ ശരിക്കും പരിതാപകരം തന്നെയാണത്. ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളിൽ കണ്ടു, ഇപ്പൊ എത്രയോ അകമ്പടി വാഹനങ്ങളുമായിട്ട് അങ്ങനെ നടന്നിരുന്ന മനുഷ്യൻ ഇപ്പൊ പറയുകയാണ്, മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, മുഖ്യമന്ത്രിയുടെ യാത്ര കൊണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം വരുമ്പോൾ സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ നടത്തിയിരുന്നു. ആരായി പറയണേ? ഇപ്പോൾ വി ഡി സതീശന്റെ യാത്രയും പിണറായി വിജയന്റെ യാത്രയും തമ്മിൽ വെറുതെ ഒന്നെടുത്ത് കമ്പയർ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം. അദ്ദേഹം ഇപ്പൊ നടത്തുന്നതൊക്കെ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 10 വർഷക്കാലം മറന്നുകൊണ്ടാണോ അതോ അൽഷിമേഴ്സ് വന്നു എന്നുള്ളൊരു സംശയമുണ്ട് ശരിക്കും എനിക്ക്. അദ്ദേഹം എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ തോന്നുന്നതെന്നാണ് മനസ്സിലാവാത്തത് നമുക്ക്. ഇത്തരത്തിൽ ചെയ്യണം, ഇത്തരത്തിൽ ചെയ്യരുത് എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ഇദ്ദേഹം എങ്ങനെയായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രായാധിക്യം കാരണം അദ്ദേഹം മറന്നു പോയിട്ടുണ്ടാവാം ഞാൻ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത്. എന്തായാലും ഇപ്പൊ ഇറങ്ങി വരുന്ന ഒരു വരവ് കാണുമ്പോൾ നമുക്ക് ഇപ്പൊ എത്ര രൂപ ഖജനാവിന്ന് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് താമസിക്കാനുള്ള വീട് 1.5 ലക്ഷം രൂപയുടെ അടുത്ത് വാടകയാണെന്ന് പറയുന്നു. അത്യാവശ്യം ആഡംബര സൗകര്യങ്ങളുള്ള നല്ലൊരു വീട് തന്നെയാണ് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. ഈ പ്രതിപക്ഷ നേതാവിന്റെ കന്റോൺമെന്റ് ഹൗസിൽ അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റില്ലായിരിക്കാം. അപ്പോൾ അങ്ങനെ അവിടെ താമസിക്കുമ്പോൾ പോലും അവിടെ നിന്നുള്ളൊരു പടിയിറക്കം, ഓരോ ചിത്രങ്ങളും ഓരോ വീഡിയോസും കാണുമ്പോൾ നമ്മൾ കമ്പാരിസൺ, മലയാളികളാണ് നമ്മൾ അറിയാണ്ട് നമ്മൾ കമ്പയർ ചെയ്ത് പോകും. ഈ 10 വർഷക്കാലം അദ്ദേഹത്തിന്റെ വരവിനെ എങ്ങനെയാണ് ജനങ്ങളെ ബാധിച്ചിരുന്നത് എന്നുള്ളത്. അദ്ദേഹത്തിന് വണ്ടി പോകുമ്പോൾ എത്ര സ്ഥലങ്ങളിൽ ഒരുപാട് ആളുകൾ ആംബുലൻസ് പോലും വഴിമുടക്കിക്കൊണ്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിക്കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ വണ്ടി പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, അദ്ദേഹത്തിന് ഈ പറയുന്നത് പോലെ ത്രെട്ടുള്ളതാണ്, CM ആണ്, അപ്പോൾ അത്തരത്തിൽ വേണ്ട കാര്യങ്ങളുണ്ട്. നിയമപരമായി അദ്ദേഹത്തിന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ Z കാറ്റഗറിക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ സെക്യൂരിറ്റി കൊടുക്കണം എന്നുള്ളത് പോലീസിന്റെ ഒരു തരപ്പ്. സതീശൻ പോലും പറഞ്ഞതാണ് എനിക്ക് ഇത്തരത്തിൽ സെക്യൂരിറ്റി വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ DGP നേരിട്ട് പോയി പറഞ്ഞത്. അദ്ദേഹം പലവട്ടം വേണ്ടെന്നോ DGP നേരിട്ട് സതീശനെ പോയി കാണുന്നതിന് പറഞ്ഞത് സർ ഇത് നിർബന്ധമാണ് ഞങ്ങൾക്ക്, അല്ലെങ്കിൽ ഞങ്ങൾക്കാണ് അതിന്റെ പ്രശ്നം എന്നുള്ളതും അറ്റ്ലീസ്റ്റ് ഈ ഒരു 3 കാറെങ്കിലും അങ്ങ് അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു നിവൃത്തിയില്ലാണ്ട് അവസാനം വി.ഡി. സതീശൻ ഈ സാധനം അംഗീകരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ 3-ലോട്ടൊന്നും പിണറായി വിജയൻ പോയിട്ടില്ലെങ്കിൽ പോലും 3 അദ്ദേഹം എടുക്കേണ്ട ഒരു 10 or 15 ചുരുക്കാമായിരുന്നുള്ളത്. നമുക്കൊരു 41 കാറിന്റെ അകമ്പടിയോടെയാണ് നിലവിൽ പോയിരുന്നത്. അദ്ദേഹത്തിന് പോകുമ്പോൾ ആംബുലൻസ് ഉണ്ടാവും, ഫസ്റ്റ് എയ്ഡ് കിറ്റുമായി ബന്ധപ്പെട്ട് ആംബുലൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഫയർഫോഴ്സ് ഉണ്ട്, മറ്റ് പോലീസ് ജീപ്പുകളുണ്ട്, മുമ്പിലും ബാക്കിലും എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും കഴിഞ്ഞാൽ ഉപരാഷ്ട്രപതിയോളം അത്തരത്തിലുള്ള സെക്യൂരിറ്റി നീണ്ട് കേരളത്തിൽ മറ്റൊരു മുഖ്യമന്ത്രിമാർക്കും ഈവൻ തമിഴ്നാട്ടിൽ പോലും ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ അവർ യാത്ര ചെയ്യുന്നത്, അത് സത്യമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി വാഹനങ്ങളാക്കുമ്പോഴൊന്നും അവർക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതിനേക്കാൾ വലിയ സ്റ്റേറ്റാണ് ഈ കർണാടകയും തമിഴ്നാടും തെലങ്കാനയും ആന്ധ്രയൊക്കെ. അവരെ സംബന്ധിച്ചിടത്തോളം വെറും 38,863 ചതുരശ്ര കിലോമീറ്റർ മാത്രമേ വിസ്തീർണ്ണുള്ളൂ കേരളത്തിൽ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ വളരെ ചെറിയൊരു സംസ്ഥാനമാണ് കേരളം. അത് സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ വലിയ അവരത്ര കിടപിടിക്കുന്നതാണ്. പക്ഷേ എന്നിട്ട് പോലും വലിയ തരത്തിൽ ആഡംബരമായിട്ടുള്ള യാത്രയാണ് അദ്ദേഹം നടത്തിയിരുന്നത്. അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നു കാലത്തിൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ നീതി എന്ന് പറയുന്ന പോലെ, കാവ്യനീതി എന്ന് പറയുന്നോണം ഇന്ന് അദ്ദേഹത്തിന് ഒന്നുമില്ല. അദ്ദേഹം മുമ്പൊരു ഫോട്ടോയിൽ ഞാൻ കണ്ടത് റെയിൽവേ സ്റ്റേഷനിൽ ആ ഒരു അതെ ട്രെയിൻ കാത്തിരിക്കുന്ന പിണറായി വിജയൻ. പണ്ടാണെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല, അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ ട്രെയിൻ വരെ പിടിച്ചു നിർത്തുമായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള അത് എല്ലാവർക്കും ഉള്ളതാണ്. ഭരണം കിട്ടുമ്പോൾ നിങ്ങൾ മതിമറന്നു പോകുന്നു, ആ ഒരു എന്താ പറയുക ആർഭാടത്തിൽ ജീവിച്ച് മുഴുകി പോകുന്നു. അപ്പം എങ്ങനെ പ്രതികരിക്കണം, എവിടെ പ്രതികരിക്കണം എന്നുള്ളതും, കാണുന്നവരെല്ലാം കടക്ക് പുറത്തു എന്നുള്ളതും, മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ മൈക്കിനെ കാണുമ്പോൾ ദേഷ്യം വരുന്നു എന്നുള്ളതും, അതൊക്കെ അദ്ദേഹത്തിന് പ്രായാധിക്യം വന്നേ ഉണ്ട്. പക്ഷെ അത് സമ്മതിക്കാൻ പാർട്ടിക്ക് സമ്മതിച്ചിട്ടില്ല. പക്ഷേ പാർട്ടിയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെ സത്യാവസ്ഥ. കാരണം അദ്ദേഹത്തെ എന്താ പറയുക എതിർക്കാൻ മാത്രം കഴിവുള്ളൊരു നേതാവും ഇന്നും CPM ഇല്ല. അത് പരിധിവരെ MA ബേബി ആയിരുന്നുണ്ടെങ്കിലും MA ബേബിയെ നൈസായിട്ട് ഒതുക്കിയതാണ്. കൊല്ലത്തായിരുന്നു ആദ്യം MA ബേബി, അവിടെ അദ്ദേഹത്തെ തോൽപ്പിച്ച്
പതിയെ അദ്ദേഹത്തിന് നൈസാക്കി. പക്ഷേ ഭാഗ്യം കൊണ്ട് അദ്ദേഹം PBയിലെ അംഗമായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇന്ന് ഈ പറയുന്ന പോലെ പിണറായി വിജയനെതിരെ CPM-നുള്ള ഒരു സ്വരം ഉയർത്താൻ പോലും എം എ ബേബിക്ക് കഴിയില്ലായിരുന്നു. എന്നിരുന്നാൽ പോലും ഇന്നും അത് പിണറായി വിജയൻ വലിയ തരത്തിലെ പ്രതിസന്ധിയിലോട്ട് പോകുന്നു. ഈ പറഞ്ഞ പോലെ ഇനി അദ്ദേഹം എന്താ പറയുക, മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ആർഭാടങ്ങളെല്ലാം ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം ഒരുപക്ഷെ മറന്നിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, എങ്ങനെയാണ് വളർന്നിരുന്നത്, എങ്ങനെയാണ് സർക്കാരിന് സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നത് എന്നതെല്ലാം. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോൾ പിണറായി വിജയൻ ഒന്നല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഈ പാർട്ടി സെക്രട്ടറി അല്ല, പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് പോകും. കാരണം പ്രായാധിക്യം അദ്ദേഹത്തെ വളരെയധികം കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മനുഷ്യനാണ്, സ്വാഭാവികമാണ്. എനിക്കായാലും ഈ പറയുന്ന ഐശ്വര്യക്കായാലും പിണറായി വിജയനായാലും ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് ഈ പ്രശ്നം വന്നായിരുന്നു. സ്വാഭാവികമായിട്ടും മനുഷ്യന്മാർക്കെല്ലാം സാധനം വരും. നമുക്ക് ബുദ്ധി ഇല്ലാതിരിക്കുന്ന രണ്ട് പ്രായമാണ്. നമ്മളൊന്ന് ഭയങ്കര ചെറുപ്പത്ത്, മറ്റൊന്ന് നമ്മൾ ഒരുപാട് വയസ്സായി കഴിഞ്ഞാൽ. ഈ രണ്ട് പ്രാവശ്യത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ ഒരേപോലെ ആകും എന്നുള്ളതാണ് പല ആൾക്കാരും പറയാറുള്ളത്. അപ്പോൾ എന്തായാലും ഒരുപാട് പാർട്ടിയെ നശിക്കാൻ പാടില്ലല്ലോ, ഏതൊരു പാർട്ടി. എന്നെ സംബന്ധിച്ചുള്ള ഞാൻ CPM ഒരു ലെഫ്റ്റ് ഐഡിയോളജിക്കാരൻ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് CPM നിലനിൽക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ ആവശ്യം കൂടിയാണ് കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ പാർട്ടി നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇനിയെങ്കിലും അവിടുന്ന് മാറി നിൽക്കണം. പകരം മറ്റു പല നേതാക്കന്മാർക്കും അവിടെ അവസരം കൊടുക്കണം. പക്ഷേ ഇനി അവസരം കൊടുക്കണം എന്ന് പറയുമ്പോൾ പോലും അതിന് പറ്റിയ നേതാക്കന്മാർ അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ള വലിയ ചോദ്യചിഹ്നം കിടക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അദ്ദേഹം ഇനി വരുന്ന ഒരു യുവതലമുറയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യവും മറ്റെല്ലാം മുമ്പ് വെച്ചുകൊണ്ട് പണ്ട് കോടിയേരി ചെയ്ത പോലെ ഒരു കാര്യം ചെയ്തുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കണം. ഇനി വരുന്ന തലമുറയ്ക്ക് വളരാൻ CPM ഒരു പ്ലാറ്റ്ഫോമായി മാറണമെന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ.